Good afternoon. Welcome all. സോ ഒരിക്കൽ കൂടെ നമ്മൾ ഒരു ലൈവ് ക്ലാസ്സിൽ കാണേണ്ടതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റിലാണ് നമുക്ക് നമ്മുടെ ഫർദർ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ യാതൊരു നിലക്കും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അതിൽ നിരാശപ്പെട്ടതിൽ അല്ലെങ്കിൽ നിരാശപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അതങ്ങനെ സംഭവിച്ചു പോയി എന്നതിൽ സങ്കടപ്പെട്ടിരിക്കുന്നതിലോ അതിലൊന്നും കാര്യമില്ല. സോ നമ്മളിവിടെ ഒരു ടാർഗറ്റ് വെച്ചാണ് നമ്മളിവിടെ വന്നത്. നമുക്ക് അപ്കമിങ് എക്സാമിന് ജൂൺ എക്സാം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ജൂലൈ എക്സാമായി അല്ലേ. അപ്പോൾ അപ്കമിങ് എക്സാമിന് നമുക്ക് പാസ്സാവണതിലൊരു ടാർഗറ്റ് വെച്ചാണ് ഞാനും നിങ്ങളും എല്ലാം നമ്മൾ ഇത്രയും മാസത്തോളം നമ്മൾ വർക്ക് ചെയ്തത്. ആ വർക്കിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലെത്തിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വലിയൊരു ചാലഞ്ച് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ യുവർ എക്സാം ഗോട്ട് പോസ്റ്റ്പോൺഡ് അല്ലേ, എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ നമ്മൾ പറയും എവറി പോസ്റ്റ്പോൺമെൻറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ചാലഞ്ച് എന്ന് പറയും. ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്തത് കാരണം നിങ്ങൾക്ക് നല്ല എന്ന് പറഞ്ഞാൽ ജൂൺ ഒരു 1 മന്ത് എക്സ്റ്റൻഷൻ, ക്ലിയർ ആയിട്ടൊരു 1 മന്ത് ഗ്യാപ്പ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുകയാണ്. അതേസമയം നിങ്ങൾക്ക് ഈ 1 മന്ത് ഗ്യാപ്പ് കിട്ടുന്നത് എല്ലാവർക്കും, ഈ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ 1 മന്ത് എക്സ്ട്രാ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കാൾ ഒരുപാട് പേര് ഈ ഒരു കാലം കൊണ്ട് നിങ്ങളെക്കാൾ അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളെക്കാൾ പഠിച്ച് മുന്നേറി നിങ്ങളെക്കാൾ മുൻപ് അവർ പാസ്സായി പോകാം, മറിച്ച് നിങ്ങൾ അവിടെ ഫെയിലായി കിടക്കാം. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് പുറകിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഉഷാറായിട്ട് നിങ്ങൾ ആ ടൈം വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പുറകിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ മുന്നിലുള്ള ഒരുപാട് പേരെ മുന്നേറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഹൈറ്റ്സിലെത്താൻ പറ്റും. അപ്പോൾ എക്സാം മാറ്റിവെച്ചതിലല്ല കാര്യം, ഈ മാറ്റിവെച്ച സമയവും അല്ലെങ്കിൽ ഈ മാറ്റിവെച്ച ഈ പോസ്റ്റ്പോൺമെൻറ്റിന് കാരണം എനിക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതിലാണ് നമ്മുടെയൊക്കെ വിജയം എന്താ പറയുക കിടക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത്. നമുക്ക് കിട്ടിയ അവസരം, കിട്ടിയ അവസരമാണ്. അപ്പോൾ നമ്മളെ എന്താ പറയുക, അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ കൊറോണ വന്നിട്ടും 1 മന്ത് എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടും നമുക്ക് പാസ്സാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വൻ തോൽവി കയറും. അപ്പോൾ അതിനൊന്നും നിൽക്കല്ലേ, നമുക്ക് കിട്ടും, വി വിൽ ഡു ഇറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അവിടുന്ന് ക്ലാസ്സിൽ പോകുന്നതിന് ശേഷം ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാനും കാര്യങ്ങളും അതുപോലെ തന്നെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ പലരായിട്ട്, എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അതൊക്കെ ഞാൻ മാക്സിമം ചെയ്തു തന്നായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സെക്കൻഡ് ഫേസ് നിലനിൽക്ക് നമ്മളാണ് ഏറ്റവും കൊറോണ എഫക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കൊറോണ വന്നതുകൊണ്ട് നമ്മുടെ സബ്ജക്റ്റാണ് ഏറ്റവും പുറകിലായി പോയത്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലാണെങ്കിൽ 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്, മെയിൻലി ബ്രാഞ്ച് അക്കൗണ്ട്സ് ഉണ്ട്, പിന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ കുറച്ച് പോർഷൻസ് ഉണ്ട്. കമ്പനി അക്കൗണ്ട്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 40%, 50% പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത്രയും പെൻഡിങ്ങുള്ളൊരു പാർട്ട് എൻ്റെ ഭാഗം തന്നെയായിരിക്കും വെൻ കമ്പയർഡ് ടു അതർ സബ്ജക്ട്സ്. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഇതുവരെ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കവറപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വെർച്വൽ ലേണിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് മുതൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവർ യൂട്യൂബിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈസി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം നമ്മുടെ ഈ ഒരു ഓൺലൈൻ ലേണിംഗ് സെഷനിലോട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ആദ്യമായിട്ട് തന്നെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കിനി പെൻഡിങ്ങിലെ പോർഷൻസ് നമ്മൾ പറയുമ്പോൾ കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ നിർത്തിയത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് വി ഹാവ് ഡൺ ഓൾമോസ്റ്റ് ഒരു 5-6 പ്രോബ്ലംസ് നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 7 ഇല്ലൂസ്ട്രേഷൻസ് അല്ലത്, നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 9 ഇല്ലൂസ്ട്രേഷൻസ് എങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. ടെക്സ്റ്റ് ബുക്ക് ഞാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടുതലായിട്ട് കവർ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലെ ഓൾമോസ്റ്റ് 90% ക്വസ്റ്റ്യൻസും ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L തന്നിട്ടില്ല ബൾക്ക് വലിയ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കത്തില്ല. അപ്പോൾ അതിന് നമുക്ക് പ്രീവിയസ് എക്സാമിൽ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ വർക്ക് ബുക്കിൽ ഒരിക്കലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മോഡലിലെ ക്വസ്റ്റ്യൻസ് അല്ല വർക്ക് ബുക്കിൽ തന്നിട്ടില്ലേ, വർക്ക് ബുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സാമിന് ചോദിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തന്നത്. അപ്പോൾ അതിൽ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പെൻഡിങ് ഉണ്ട് വർക്ക് ബുക്കിൽ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് പറയുകയാണെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനി ചോദിക്കുന്നില്ല ഒരു 80%
അഷ്യൂർഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു 50-50 ചാൻസാണ്. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്നുള്ളൂ. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാനുള്ള ഏരിയ ഞാൻ ഇപ്പോഴേ കവർ ചെയ്ത് തന്നിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വച്ചല്ല. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പെൻഡിങ് പോർഷൻസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടല്ല നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സൊക്കെ അല്ല, വലിയ ക്വസ്റ്റ്യൻസ് ഇല്ല ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആദ്യമേ അങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻസും വലിയ എന്താ പറയുക ആൻസേഴ്സൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിയാൽ ദാറ്റ് വിൽ കോസ് ഓർ ദാറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ടു യു ആൻഡ് മീ ആൾസോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണില്ല. ബട്ട് ഡോണ്ട് വറി, നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനി പെൻഡിങ് ആയിട്ടുള്ള കമ്പനി അക്കൗണ്ട്സിലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ കുറച്ച് പോർഷൻസ്, പിന്നെ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി, ഇൻഷുറൻസ് കമ്പനി, ഈ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഫൈനലി നമുക്ക് പെൻഡിങ് ഉള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലുള്ള കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അതല്ലാതെ നമ്മുടെ കമ്പനി അക്കൗണ്ട്സിലും നമുക്ക് കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ഈ പോർഷൻസാണ് അപ്പോൾ നമുക്ക് പെൻഡിങ്. വൺസ് അഗൈൻ റിപ്പീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പാർഷ്യലി നമുക്ക് പെൻഡിങ് ഉണ്ട്. അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനി, അക്കൗണ്ടിങ് ഫോർ ഇലക്ട്രിസിറ്റി കമ്പനി, ദെൻ അക്കൗണ്ടിങ് ഫോർ ഇൻഷുറൻസ് കമ്പനി, ദെൻ ലാസ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ ചാപ്റ്റേഴ്സാണ് നമുക്ക് പെൻഡിങ് ഇല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനി എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനി പിന്നെ നമ്മൾ അക്കൗണ്ടിങ് ഫോർ ഇലക്ട്രിസിറ്റി കമ്പനിയും എടുത്തിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നമ്മുടെ പെൻഡിങ് പോർഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് യു നീഡ് ടു ഡു ഇസ് ദാറ്റ് നിങ്ങൾ ആ സമയമാവുമ്പോഴേക്കും നമ്മൾ ക്ലാസ്സിൽ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വല്ല കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ അത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട് നിങ്ങളത് ക്ലാരിഫൈ ചെയ്യണം. സോ ദാറ്റ് നമുക്ക് എന്നാൽ മാത്രമേ നമുക്കൊന്ന് ഈസി ആയിട്ട് നമുക്കത് ഫിനിഷ് ഓഫ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കമ്പനി അക്കൗണ്ട്സിൻ്റെ പാർട്ട്. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പെൻഡിങ് ഉണ്ട്, ബ്രാഞ്ചും. അതുപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ച് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ തറവായിട്ട് കവർ ചെയ്യും ഫുള്ളായിട്ട്. പാർട്ണർഷിപ്പിലെ പെൻഡിങ്ങിലെ പോർഷൻസ് നമ്മൾ ഓവറോൾ നമ്മളത് എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക. അതിൽ ഡിസൊല്യൂഷൻ നമ്മൾ എന്തായാലും എടുക്കും. പിന്നെ എന്താ നമുക്ക് ടൈം അവൈലബിലിറ്റിൻ്റെ പോലെ നമുക്ക് ബാക്കി ഇൻസോൾവൻസി നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ പാർട്ണർഷിപ്പിലെ പർച്ചേസും പാർട്ണർഷിപ്പ് അമാൽഗമേഷനൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. അതൊന്നും ഇതുവരെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് പറയാൻ ശ്രമിക്കാം. ഓക്കെ ഫൈൻ, ഡോണ്ട് വറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്ലാന്. നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്ലാസ് ഇങ്ങനെ ആയിരിക്കും, സ്ക്രീൻ ബേസ്ഡ് ക്ലാസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടാവത്തില്ല, വോയിസും ആൻഡ് സ്ക്രീനേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫേസും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാം വർക്കിംഗ് അല്ല. പിന്നെ ഞാൻ ഇത് പിന്നെ മൊബൈലിനോട്ടൊക്കെ കണക്ട് ചെയ്ത് സെൽഫി ക്യാമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന പാതിരാത്രി ഇരുന്നിട്ടാണ്. നൗ ദ ടൈം ഈസ് 11:39. ഓക്കെ, കാരണം നമ്മൾ പകലൊക്കെ വീട്ടിൽ നിറയെ പിള്ളേരും ശബ്ദവും കാര്യങ്ങളും നോയ്സും കാര്യങ്ങളൊക്കെ കയറും. പിന്നെ നമ്മളിവിടെ ക്ലാസ്സിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ക്ലാസ്സിലല്ല റൂമിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ കരുതും ഇവനെന്തോ പ്രാന്താണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സഫർ ചെയ്തിട്ട് നമ്മൾ ഈ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് നമ്മൾ റംസാനാണ്, നിങ്ങൾക്കറിയാം നമ്മൾ കൂടുതൽ ടൈമും നമുക്ക് പ്രയേഴ്സിനും മറ്റു കാര്യങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡേ ടൈം ആണെങ്കിൽ നമ്മൾ ഫുഡൊന്നും കഴിക്കാതല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. ഞാനതിന് തള്ളാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എന്താ പറയുക ചുമ്മാ പറഞ്ഞതുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വീഡിയോ 1 hourൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ വല്ല കോമഡി ക്ലിപ്പ് കാണുന്ന പോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു 1 hour വീഡിയോ ആണ് നിങ്ങൾ വാച്ച് ചെയ്യാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ കൂടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ കൂടെ ഞാൻ പ്രിൻ്റ് ചെയ്യുന്ന വർക്ക് ബുക്ക്. ഈ 3 കാര്യങ്ങളും സെറ്റാക്കിയിട്ട് പക്ക ഒരു സ്റ്റഡി എൻവയോൺമെൻറ്റിൽ ഇരിക്കുന്ന പോലെ പഠിക്കാനിരിക്കുന്ന പോലെ ഇരുന്നിട്ട് നിങ്ങൾ വീഡിയോ കേട്ടാൽ മതി. വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ ഓരോ പ്രോബ്ലം ഞാൻ ചെയ്യുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അവിടെ ഉണ്ടായിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, അപ്പോൾ ചുമ്മാ വീഡിയോ കണ്ടു പോലല്ല, വീഡിയോ കണ്ടു പോകുമ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ വീഡിയോൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ വീഡിയോ പോസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക ക്വസ്റ്റ്യൻ വായിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻപുട്സും നിങ്ങളുടെ കയ്യിൽ തന്നെ ഓൾറെഡി ഉണ്ടാവും വർക്ക് ബുക്കിലും മെറ്റീരിയലായിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലൈവായിട്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ട് പോകണം. അല്ലാതെ ഇത് ചുമ്മാ വീഡിയോ അങ്ങനെ കണ്ട് എന്തൊക്കെയോ പോയി എന്തൊക്കെ മനസ്സിലായി, നോട്ടിലും ഒന്നുമില്ല മനസ്സിലും ഒന്നുമില്ല, ആ അവസ്ഥയിലാവരുത്.
എല്ലാവരും നിർബന്ധമായിട്ടും നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 1 അവർ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മിനിമം നിങ്ങൾക്ക് ഒരു 2 to 3 hours നിങ്ങൾക്ക് ടൈം വെച്ച് വേണം നിങ്ങളൊരു 1 അവർ വീഡിയോ കാണാൻ വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ 1 അവർ കൊണ്ട് ഇതെല്ലാം കൂടെ ആ തലയിൽ കയറുമെന്ന് കരുതിയിട്ടില്ല ഒരു അപ്രഹെൻഷനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും വരരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ നിങ്ങളും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ നോട്ട്സ് മെയിൻറ്റെയിനിങ്ങിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവരുത്. നിങ്ങൾ റെഗുലർ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ ഫാക്കൽറ്റി ഉണ്ട്, ഫാക്കൽറ്റിയാണ് ഇത് പറഞ്ഞു തരുന്നത് ലൈവായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതുന്നില്ല കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ട് പോവുക. അപ്പോൾ ക്ലാസ് തുടങ്ങും, എല്ലാ ക്ലാസ്സും നിങ്ങൾ ലിസൺ ചെയ്യാൻ വരുമ്പോൾ തന്നെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പിന്നെ ഞാൻ ആൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ബാങ്കിങ്ങിൻ്റെ പാർട്ട് 1 ഞാൻ ഫിനിഷ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഡേ ആഫ്റ്റർ ടുമാറോ ആകുമ്പോഴേക്ക് നിങ്ങൾക്കത് നോക്കിയിട്ട് വരൽ മാത്രമല്ല, കൺഫ്യൂഷനിലെ കാര്യങ്ങളെല്ലാം ത്രൂ വാട്സാപ്പ് or ഇൻസ്റ്റാഗ്രാം എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളത് ക്ലിയർ ചെയ്യും വേണം. ഇതൊരിക്കലും നമ്മളൊരു പ്രഹസനമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഞാൻ എൻ്റെ പ്രഷ്യസ് ടൈം എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു സമയത്തും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ നമുക്കെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെ പോകാനും ഞാനും ഏത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും തയ്യാറാവണം. അപ്പോൾ മാത്രമേ നമുക്കൊരു ഫ്രൂട്ട്ഫുള്ളായുള്ള റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടാവുള്ളൂ. എപ്പോഴും ഒരു ടീം വർക്കാണ് നമ്മളത്, ആ ലെവലിലായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഡൗട്ട്സൊക്കെ സ്പോട്ടിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വാങ്ങിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും 1 അവർ ക്ലാസ് ആയിരിക്കും. 1 അവർ ക്ലാസ് ആയിരിക്കും. നിങ്ങളൊരു 2 to 3 hours ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് കേട്ട് നിങ്ങൾ നോട്ട് എഴുതി നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് റൗണ്ട് സ്റ്റഡി അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനി. അപ്പോൾ അതിന് മുമ്പ് വൺ തിങ് ദാറ്റ് ഐ വാണ്ട് ടു ടെൽ യു ഈസ് ദാറ്റ്, നമുക്കറിയാം നമ്മൾ ഒരു ഓൺലൈൻ ലൈവ് ക്ലാസ് എടുക്കുന്ന പോലെയല്ല നമ്മളൊരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ദാറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രീതിയിലോ സ്പീഡിലോ മറ്റ് കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻസും സജഷൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളത് പറയണം, എന്നോട് ഷെയർ ചെയ്യണം. ദെൻ ഓൺലി വിൽ ബി ഏബിൾ ടു ബ്രിങ് ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഫോർ യു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും നമുക്ക് അടിപൊളിയായിട്ട് പോകാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കമ്പനി അക്കൗണ്ട്സ് അത്ര ബുദ്ധിമുട്ടുള്ള ഏരിയാസും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഇതുവരെ ഈസി ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്മൂത്തായിട്ട് പോകുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ലെവലിൽ ഞാൻ വളരെ ഡെപ്തിലൊന്നും അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ നമ്മളിപ്പോൾ കമ്പനി അക്കൗണ്ട്സിലെ 50 മാർക്സിന് നിങ്ങളുടെ പേപ്പറിൽ ആദ്യം നമ്മൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ട്സ് ഷെയർ ഇഷ്യൂ ഡിവെഞ്ചർ ഇഷ്യൂ എന്നുള്ള വലിയൊരു ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തു. കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് വി ഡിസ്കസ്ഡ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഈ 3 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് 2 സ്റ്റഡി നോട്ടും കൂടെ പെൻഡിങ് ഉള്ളൂ. സ്റ്റഡി നോട്ട് 4ലാണ് ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഇൻഷുറൻസ് 3ഉം കവർ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റഡി നോട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ 2 സ്റ്റഡി നോട്ട്സും കൂടെ നമുക്ക് പെൻഡിങ് ഉള്ളൂ. അപ്പോൾ അതിലെ അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനി സ്റ്റഡി നോട്ട് നമ്പർ 4ലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ. അപ്പോൾ ഇതിലൊരുപാട് തിയറി പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തിയറി പോർഷൻസിനൊന്നും വലിയൊരു സ്ട്രെസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇൻറ്റൻഷനലി തന്നെ. അത് നിങ്ങൾ ആദ്യം പ്രോബ്ലം ഏരിയ നിങ്ങൾ കവറപ്പ് ചെയ്യുക. പിന്നെ എന്നിട്ട് ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ തിയറി ഏരിയ നിങ്ങൾ കവർ ചെയ്താൽ മതി. വരില്ല എന്നല്ല, തിയറി വരും കമ്പനി അക്കൗണ്ട്സിൽ. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കണം. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് യു ഷുഡ് ആസ്ക് മീ. ഞാനിത് ഓരോ തിയറിയും 1 by 1 ആയിട്ട് ഞാൻ ഇരുന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ലോ ക്ലാസ് പോലെയാവും. അപ്പോൾ അത് എനിക്കും നിങ്ങൾക്കും അത് അരോചകമായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനി, അക്കൗണ്ടിങ് ഓഫ് ബാങ്കിങ് കമ്പനി. അപ്പോൾ നമുക്കറിയാം ബാങ്കിങ്, വാട്ട് ഈസ് ബാങ്കിങ് എന്നുള്ളത് നിങ്ങൾ ഒരുപാട് പേരൊക്കെ ഡിഗ്രി പാസ്സായി ഡിഗ്രി ത്രൂ വന്നതാണ്. നിങ്ങൾക്ക് പലർക്കും BComൻ്റെ ഒരു പേപ്പറൊക്കെ ഉണ്ടായിരിക്കും, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാം നമ്മുടെ എക്കോണമിയിൽ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ പൈസ വേണ്ട ഒരുപാട് ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ബിസിനസ് പീപ്പിളിന് അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് വേണം. അപ്പോൾ ഈ ഫണ്ടുകളെല്ലാം നമ്മുടെ രാജ്യത്തുള്ള
അനേകായിരം അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളുടെ സർപ്ലസ് ഫണ്ടുകൾ അവരുടെ കൈകളിലാണ് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സർപ്ലസ് ഫണ്ടുകൾ നമുക്ക് ആവശ്യമുള്ള ആളുകളുടെ കൈകളിലോട്ട് എത്തിക്കുന്ന ഒരു മെക്കാനിസമാണ് നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നൊക്കെ പറയും. ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റാണ് ബാങ്കിങ്. അപ്പോൾ നമുക്കറിയാം ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം എക്സ്ട്രാ പൈസ ഉണ്ട്. എൻ്റെ സാലറിയിൽ നിന്നും ഞാൻ സേവ് ചെയ്ത പൈസ എക്സ്ട്രാ 10 lakh rupees ഉണ്ട്. അപ്പോൾ ഞാനിത് ബാങ്കിന് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്കിൽ FD ആയിട്ടോ RD ആയിട്ടോ ഞാൻ വേറെ വല്ല രീതിയിലും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ആദ്യമേ എനിക്ക് എന്ത് തരും, ഇൻട്രസ്റ്റ് തരും. ബാങ്കിൽ നിന്നും ഈ ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണല്ലോ ഞാനിത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്താ പറയുക, ഞാൻ ആ ഡെപ്പോസിറ്റ് ആ കാശ് ബാങ്ക് അവിടെ വെക്കുകയല്ല ചെയ്യുക. ബാങ്ക് എന്താ ചെയ്യുക, ഈ കാശ് കൊണ്ട് വേറെ ഒരാൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ബിക്ക് ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവനക്കൊരു 10 lakh rupees ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, ഈ പൈസ ലോൺ എടുക്കും. അങ്ങനെ ലോൺ എടുക്കുമ്പോൾ ബാങ്ക് വിൽ പ്രൊവൈഡ് ദാറ്റ് എമൗണ്ട് ആസ് ലോൺ ടു മിസ്റ്റർ ബി. അപ്പോൾ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 lakh rupees കൊണ്ട് ആവശ്യമില്ലാത്ത ഒരാളെ കയ്യിൽ നിന്നും ആ 10 lakh റിസീവ് ചെയ്തിട്ട് ഈ 10 lakh rupees ആവശ്യമുള്ള ഒരാളെ കൈകളിലോട്ട് ആരെത്തിക്കുന്നുണ്ട്, ബാങ്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റാണ് ആക്ച്വലി എന്ത്, ബാങ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ബാങ്കിൻ്റെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ബാങ്ക്സിൻ്റെ ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്കറിയാം ബാങ്കിങ് എന്താ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ബാങ്ക് പ്രധാനമായിട്ടും ചെയ്യുന്നില്ല കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് ഈ ചാപ്റ്ററിൽ കോറായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കാനുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും ജേണൽ എൻട്രീസും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് സ്പെഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വാട്ട് ഡസ് എ ബാങ്ക് ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഈസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡിങ് ടു ബോറോവേഴ്സ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ബോറോവേഴ്സിന് പൈസ കടം കൊടുക്കുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് ആക്ച്വലി എന്ത്, ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അപ്പോൾ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ട്സ്, വാട്ട് ആർ ദ റൂൾസ് ഓർ പ്രൊവിഷൻസ് റെഗുലേറ്റിംഗ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിനെ മാത്രം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ സുപ്രീം ലോ ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അതുപോലെ തന്നെ RBI ആക്ട്, റിസർവ് ബാങ്ക് ആക്ട് 1935 ഐ തിങ്ക്, റിസർവ് ബാങ്ക് ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 ആക്ടാണ് പ്രധാനമായിട്ടും റെഗുലേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ എസ് ബി ഐക്ക് സെപ്പറേറ്റ് ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് SBIക്കൊക്കെ. എനിവേ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആക്ടുകളാണ് ബാങ്കിങ്ങിനെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ബാങ്കിങ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും ബാങ്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാങ്ക് പബ്ലിക്കിന് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് എന്താ പറയുക, നമ്മൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഐ ഹാവ് എ ഡൗട്ട് ഹിയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിൻ്റെ ലാഭം, ഹൗ ഡസ് ദ ബാങ്ക് ജനറേറ്റ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൽ ആകെ ഒരു വർഷം ഒരു 10 ലക്ഷം ഡെപ്പോസിറ്റ് ഉള്ളൂ. ഈ 10 lakh ഡെപ്പോസിറ്റ് ഇപ്പോൾ ബാങ്ക് റിസീവ് ചെയ്തു. ഈ 10 lakh ബാങ്ക് എന്ത് ചെയ്തു, വേറെ ആൾക്ക് കടം കൊടുത്തു. ശരിക്കും അങ്ങനെ കടം കൊടുക്കാനൊന്നും പറ്റത്തില്ല. ബാങ്കിൻ്റെ ലെൻഡിങ് നോംസ് പ്രകാരം ബാങ്ക് റിസീവ് ചെയ്ത ഡെപ്പോസിറ്റ് ഫുള്ളായിട്ടൊന്നും ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലെൻഡ് ചെയ്യാൻ പറ്റില്ല, കടം കൊടുക്കാൻ പറ്റത്തില്ല. ബാങ്ക് ക്യാൻ പ്രൊവൈഡ് ഓൺലി എ പെർസെൻറ്റേജ്, ഒരു ചെറിയ പെർസെൻറ്റേജൊക്കെ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്നൊന്നുമില്ല. സിംപ്ലി ഒരു എക്സാമ്പിൾ ആണ് ബാങ്കിൻ്റെ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ ഗിവ് ആൻ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൽ 10 lakh rupees ഒരാൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു. 6% വേണ്ട, ഒരു 10% ആയിക്കോട്ടെ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന FD ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 10% അയാൾ 10 lakh rupees അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത കാരണം ബാങ്ക് അയാൾക്ക് എന്ത് ചെയ്യണം, 10% FD ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചോളം അയാൾ തന്ന ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഒബ്ലിഗേഷനാണ്. ഇറ്റ്സ് എ ലാബിലിറ്റി ആസ് ഫാർ ആസ് ബാങ്ക് ഈസ് കൺസേൺഡ് അല്ലേ. അപ്പോൾ ഈ ബാങ്കിന് ഈ ലാബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ലാബിലിറ്റി ഈ ഡെപ്പോസിറ്റുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കൊടുക്കും. വർഷം 10 lakh 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നു പറയുമ്പോൾ ബാങ്ക് വിൽ പേ ഹൗ മച്ച് ഇൻട്രസ്റ്റ്, 10,000 rupees ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, 10,000 അല്ല 1 lakh rupees ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ബാങ്ക് ആ ഡെപ്പോസിറ്റ് ഹോൾഡർക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ബാങ്കിൻ്റെ ഒരു പാർട്ട്. ഇനി ഈ ബാങ്ക് എടുത്തിട്ട് ഈ 10 lakh rupees എടുത്തിട്ട് ബാങ്ക് എന്ത് ചെയ്തു, ബാങ്ക് വേറൊരാൾക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്തു. ഒരു ഫോർ എക്സാമ്പിൾ ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബാങ്കിന് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടുക ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് നമുക്ക് അങ്ങോട്ട് തരികയാണ് ഇൻട്രസ്റ്റ് ചെയ്യുക.
ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഡെപ്പോസിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബാങ്കിന് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണോ വരിക, ഇൻട്രസ്റ്റ് ഇൻകാണോ വരിക? നിങ്ങൾ ബാങ്കിൽ പൈസ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആരാണ്? ബാങ്കാണ്. ആ രീതിയിൽ ചിന്തിക്കും കേട്ടോ. അപ്പോൾ ബാങ്കിലോട്ട് ഒരു ഡെപ്പോസിറ്റർ പൈസ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റർക്ക് ബാങ്ക് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബാങ്കിനെ സംബന്ധിച്ചോളം ആസ് ഫാർ ആസ് ബാങ്ക് ഈസ് കൺസേൺഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഈസ് ആൻ എക്സ്പെൻസ്, റൈറ്റ്? അതുപോലെ when the bank is lending money to the public, the borrower will pay interest to the bank. So as far as bank is concerned, interest on borrowings അല്ലെങ്കിൽ interest on lendings is an income, അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, രണ്ട് കേസിലും ബാങ്കിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഏത് കേസിലായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതൽ ഉണ്ടാവുക? ഓൺ ലെൻഡിങ് വേണോ ഇൻട്രസ്റ്റ് കൂടുതൽ ഉണ്ടാവുക, അതോ ബോറോയിങ് വേണോ കൂടുതൽ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് വേണോ ഇൻട്രസ്റ്റ് കൂടുതൽ ഉണ്ടാവുക? ബാങ്ക് കടം കൊടുക്കുമ്പോഴാണോ കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക, അതോ ബാങ്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണോ കൂടുതൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക? ഉറപ്പായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കും ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ. ആ ഒരു ഫ്ലോട്ടിലാണ് ആക്ച്വലി ബാങ്കിൻ്റെ പ്രോഫിറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ബാങ്ക് 10 lakh റുപ്പീസുമേ 10% ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, ബാങ്ക് ഈ 10 lakh വേറൊരാൾക്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 10%-നേക്കാളും കൂടിയ ഒരു റേറ്റിലായിരിക്കും ബാങ്ക് എന്ത് ചെയ്യുക? ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലോൺ റേറ്റ് ഒക്കെ ഒന്ന് എടുത്താൽ മതി. ഇവിടെ നമുക്ക് ലോൺ റേറ്റും ഡെപ്പോസിറ്റ് റേറ്റും നമുക്കറിയാം. നമ്മൾ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡെപ്പോസിറ്റാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ബാങ്കിൽ. നമുക്ക് SB ഡെപ്പോസിറ്റ് ഉണ്ട്. SBക്ക് നോർമലി 4 to 5% ആണ് SBൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ചില ബാങ്കൊക്കെ കൊട്ടക് അങ്ങനത്തെ കുറേ ന്യൂജൻ ബാങ്ക്സൊക്കെ ഒരു 6% കൊടുത്താലായി. പിന്നെ അതുപോലെ തന്നെ FDൻ്റെ ഇൻട്രസ്റ്റ് 6 to 8 മുകളിലൊന്നുമില്ല, 8% ആണ് FDൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഈവൻ FD ഇട്ടാൽ പോലും 8% ഒക്കെ ഉള്ളൂ. പക്ഷേ ലോണിൻ്റെ കേസിലോ, അഗ്രികൾച്ചർ ലോൺ അഗ്രികൾച്ചർ ലോണിന് സബ്സിഡൈസ്ഡ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ് ബാങ്കിന് കൊടുക്കുന്ന സബ്സിഡിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതർ ലോൺസിൻ്റെ കേസിൽ ഹൗസിംഗ് ലോൺ ആവട്ടെ, അതുപോലെ തന്നെ ബിസിനസ് ലോൺ ആവട്ടെ, ODCC ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ക്രെഡിറ്റ് ഒക്കെ ആണെങ്കിൽ 16%, 12%, 14%, 10ൻ്റെ മുകളിലേക്ക് നോക്കിയാൽ മതി. അതിൻ്റെ താഴെ വരുന്നത് വളരെ കുറവ് കേസിൽ ലോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാങ്ക് ആക്ച്വലി അവർക്ക് കിട്ടുന്ന പൈസ വലിയ റേറ്റിൽ പലിശക്ക് കൊടുത്തിട്ട് പലിശ കയ്യിൽ വാങ്ങിയിട്ട് ആ പലിശയിൽ നിന്നും ഒരു പോർഷൻ അവർക്ക് ഡെപ്പോസിറ്റ് തന്ന ആളുകൾക്ക് പലിശയായിട്ട് കൊടുത്തിട്ട് ബാക്കി പൈസയാണ് ബാങ്കിൻ്റെ ആക്ച്വലി പ്രോഫിറ്റ്. ഇങ്ങനെയാണ് ബാങ്ക് ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷൻ, കിട്ടിയ പൈസ കുറഞ്ഞ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുത്ത് വലിയ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാണ് നമ്മൾ ബോറോയിങ്സ് ലെൻഡിങ് ആയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് മറിക്കുകയാണ്. അങ്ങനെയാണ് ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ നിങ്ങളൊക്കെ കൊമേഴ്സ് പഠിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊഫഷണൽസ് ആവാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിലോട്ട് ഇപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, വെൽത്ത് മാനേജർ, അതുപോലെ തന്നെ ക്രെഡിറ്റ് അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റിംഗ് ഒക്കെ ബാങ്കിലൊക്കെ വരും. അതിലൊക്കെ CA CMAക്കാർക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നാളെ CMA ആയിട്ട് നിങ്ങൾ ബാങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മാനേജർ സ്കെയിലിലെ പോസ്റ്റിംഗ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബ്രാഞ്ച് മാനേജറൊക്കെ കണ്ടിട്ടില്ലേ ബാങ്കിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, SBI, കനറ, ഫെഡറൽ, ഈ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ മാനേജർ സ്കെയിലാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റൊക്കെ ആണെങ്കിൽ മാനേജർ സ്കെയിലിൽ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ more than 70,000-80,000 ഒക്കെ സാലറി അടിപൊളിയായിട്ടുണ്ടാവും നല്ല ബാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതേപോലെ നിങ്ങൾ വെൽത്ത് മാനേജറൊക്കെ ആയിട്ട് നിങ്ങൾ CMA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, CMA ഇൻ്റർ അല്ല, CMA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, CA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് വെൽത്ത് മാനേജർ അങ്ങനത്തെ പോസ്റ്റിലോട്ടൊക്കെ പോകാൻ പറ്റും. യു വിൽ ബി ഗെറ്റിംഗ് സൂപ്പർ സാലറി, സൂപ്പർ പെർക്വിസിറ്റ്സ് ആസ് വെൽ ആസ് വെരി സേഫ്റ്റി ജോബ് ഓൾസോ. ജോബ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. എനിവേ അതുകൊണ്ട് അപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ ഇതാണ്. നിങ്ങൾ നാളെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ചിരിക്കണം. ദീസ് ആർ ഓൾ ഔട്ട് ഓഫ് ഇതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതും അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ വെൻ വി ടോക്ക് അബൌട്ട് ബാങ്ക്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു പെർഫെക്റ്റ് ക്ലാരിറ്റി ആർക്ക് വേണം? നിങ്ങൾക്ക് വേണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ എന്ത് ചെയ്യണത് ചോദിക്കുന്നത്. ദ കേസ് ഈസ് ദാറ്റ് ഒരു ബാങ്ക്, ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിന് വന്ന ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 10 lakh ആണ്. 10 lakh ടോട്ടൽ ഡെപ്പോസിറ്റ് വന്നുള്ളൂ ഈ വർഷം. അതുപോലെ 10 lakh ഡെപ്പോസിറ്റ് വന്നു, ഞാൻ അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10 lakhൻ്റെ 10% ആയ 1 lakh ആണ് എൻ്റെ ഈ വർഷത്തെ എക്സ്പെൻസ്, അല്ലേ, ബാങ്കിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ഈ വർഷം ഞാൻ എന്ത് ചെയ്യണം? ഈ പൈസ ഞാൻ എന്ത് ചെയ്യണം? അഡ്വാൻസ് ചെയ്യണം, ഞാൻ കടം കൊടുക്കണം. അപ്പോൾ എനിക്ക് ആകെ കടം കൊടുക്കാൻ പറ്റിയത് 5 lakh ആണ്. ഞാൻ കടം കൊടുത്തത് 15% ഇൻട്രസ്റ്റിലാണ്.
അപ്പോൾ ഞാൻ 5 lakh rupees ഞാൻ 15% ഇൻട്രസ്റ്റിൽ കടം കൊടുക്കുന്ന സമയത്ത് എനിക്ക് എത്ര മാത്രമേ ഇൻകം കിട്ടത്തുള്ളൂ? 75,000 മാത്രമേ എനിക്ക് ഇൻകം കിട്ടത്തുള്ളൂ. ഓൺ ദാറ്റ് ഒക്കേഷൻ അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് ഐ എം മേക്കിംഗ് എ ലോസ് അല്ലേ? ഐ എം മേക്കിംഗ് എ ലോസ് ഓഫ് 25,000. അപ്പോൾ ഇങ്ങനെ ബാങ്കിന് കിട്ടിയ ടോട്ടൽ ഡെപ്പോസിറ്റും ബാങ്കിന് ലെൻഡ് ചെയ്യാൻ പറ്റിക്കോളണമെന്നും ഉണ്ടാവില്ല. ബാങ്കിൻ്റെ കിട്ടിയ കംപ്ലീറ്റ് ഡെപ്പോസിറ്റും അതേപോലെ കറക്റ്റായിട്ട് തന്നെ വന്നുകൊണ്ട് പബ്ലിക് വന്നുകൊണ്ട് കടം വാങ്ങി പോകണമെന്ന് വല്ല കണ്ടീഷൻസും ഉണ്ടോ? ഒരു കണ്ടീഷനും ഇല്ല. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ബാങ്ക് ലോസിലാവുമോ? ബാങ്ക് എന്താണ് ചെയ്യുക? ഹാവ് യു തോട്ട് അബൌട്ട് ഇറ്റ്? തിങ്ക് അബൌട്ട് ഇറ്റ് ഫോർ എ വൈൽ. ഒന്നുമല്ല. ബാങ്ക് എന്താ ചെയ്യുക അറിയോ? ബാങ്കിൻ്റെ കയ്യിൽ ഇപ്പോൾ ലെൻഡിങ് കഴിഞ്ഞതിന് ശേഷം ബാക്കി എത്ര സർപ്ലസ് മണി ഉണ്ട്? ബാങ്ക് ഈസ് ഹാവിങ് സർപ്ലസ് ഓഫ് 5 lakh. ഈ 5 lakh ബാങ്ക് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. എന്താ ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ സ്റ്റോക്ക് മാർക്കറ്റിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസും അതല്ലെങ്കിൽ ഇനി വേറെ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാലും ബാങ്കിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ബാങ്ക് എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് ഇപ്പോൾ ഒരു 10% കിട്ടിയുള്ളൂ റിട്ടേൺ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബാങ്കിന് എത്ര റിട്ടേൺ കിട്ടി? 50,000 റിട്ടേൺ കിട്ടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബാങ്കിന് ടോട്ടലി 25,000 ബാങ്കിന് എന്താവും? പ്രോഫിറ്റ് ആവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പലപ്പോഴും വരുന്നൊരു കൺഫ്യൂഷനാണ് ഇത്. ചെറിയ ലോവർ ലെവലിലൊക്കെ നിങ്ങൾ യു മേ ബി നോയിങ് ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ബാങ്കിന് ടോട്ടൽ എമൗണ്ട് ബോറോ ചെയ്തത് ഡെപ്പോസിറ്റ് ചെയ്തത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ബാങ്ക് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ലോസ് മേക്ക് ഓവർ ചെയ്തിട്ട് ബാങ്ക് എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. വേറെ ഏതൊരു ബിസിനസ്സിനും ലോസ് ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, നമ്മൾ ലോസ് ഉണ്ടെങ്കിൽ തന്നെ ബാങ്ക് വേറെ ഏതൊരു ബിസിനസ്സിനും ലോസ് ആണെങ്കിലും കുറച്ച് കാലം കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ പറ്റും. പക്ഷേ ബാങ്കിൻ്റെ കേസിൽ അങ്ങനെയല്ല. ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാങ്ക് വല്ലാതെ ലോസ് ഉണ്ടാക്കിയിട്ട് വല്ലാതെ മുന്നോട്ട് പോകാൻ ബാങ്കിനെ കൊണ്ട് എന്ത് ചെയ്യില്ല? കഴിയത്തില്ല. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അത്രയൊന്നും ഡീപ്പായിട്ട് കിടക്കുന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ബാങ്കിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ബാങ്കിങ് ലെൻഡിങ്ങും ബോറോയിങ്ങും മാത്രമല്ലാതെ ബാങ്ക് ഒരുപാട് ഫങ്ഷൻസ് വേറെയും ചെയ്യുന്നുണ്ട്. ഏജൻസി ബിസിനസ്, ഫോർ എക്സാമ്പിൾ ബാങ്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ബിൽസും കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂസ് പേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബാങ്കിൻ്റെ ഏജൻറ്റൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ബാങ്കിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ബാങ്ക് ചെയ്യുന്നുണ്ട്. ഫൈൻ. ഇനി റെസ്ട്രിക്ഷൻ ഓൺ ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് കമ്പനി ഒരിക്കലും എന്ത് ചെയ്യരുത് വെച്ചാൽ ബയ്യിങ് ഓർ സെല്ലിങ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമ്മൾ എന്ത് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി, ബാങ്ക് എന്ന് പറഞ്ഞൊരു ബിസിനസ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ എൻറ്റിറ്റി ഒരിക്കലും ഗുഡ്സ് എന്ത് ചെയ്യരുത്? സെല്ല് ചെയ്ത് ബൈ ചെയ്യുക അല്ലെങ്കിൽ ബാർട്ടർ ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യരുത്. പക്ഷേ ഫോർ എക്സാമ്പിൾ ബാങ്കിനിപ്പോൾ ഒരു ഗോൾഡ് ചെയിൻ എന്ത് ചെയ്തു? പോൺ ചെയ്തു, ഒരു പണയം വെച്ചു. അപ്പോൾ ഈ പണയം വെച്ച പ്രൊഡക്റ്റ് ഗോൾഡ് ചെയിൻ ബാങ്ക് എന്താ പറയുക, ലോണ് തിരിച്ചടക്കാത്തതിൻ്റെ പേരിൽ ബാങ്ക് എന്ത് ചെയ്തു? അത് സൈസ് ചെയ്തു. ബാങ്ക് അത് റിക്കവർ ചെയ്തു. അപ്പോൾ റിക്കവർ ചെയ്തിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ ഈ ഗോൾഡ് ചെയിൻ പിന്നെ ബാങ്ക് മാനേജർ കഴുത്തിലിട്ട് നടന്നൊരു കാര്യമില്ലല്ലോ. ബാങ്ക് എന്ത് ചെയ്യണം? ഈ ഗോൾഡ് ചെയിൻ എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാങ്കിൻ്റെ കയ്യിൽ മന്ത്രമൊന്നുമില്ല. ബാങ്ക് എന്ത് ചെയ്യണം? ഇത് പോയിട്ട് സെല്ല് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സെയിലുകൾ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും. അല്ലാത്ത രീതിയിൽ ബാങ്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്? ട്രേഡിംഗ് ഓപ്പറേഷൻസ് ബാങ്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇനി ബാങ്കിനെ പറ്റിയ ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ അല്ല, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി ഞാൻ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ആദ്യത്തെ കാര്യമാണ് റെസ്ട്രിക്ഷൻ ഓൺ ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനി ഒരിക്കലും സെല്ലിംഗ് ഓർ ബൈയിങ്, എക്സ്ചേഞ്ച്, ബാർട്ടർ അതൊന്നും ചെയ്യാൻ പറ്റില്ല അൺലെസ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു കൺവേർട്ടിംഗ് ദ സെക്യൂരിറ്റീസ് ഓഫ് ലോൺസ് ഇൻ ടു ക്യാഷ്. നമുക്ക് ലോണുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റീസ് കിട്ടിയത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴികെ ബാങ്ക് സെല്ലിംഗ്, ബൈയിങ്, ബാർട്ടർ, എക്സ്ചേഞ്ച് ഈ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്കറിയാം. ബാങ്ക് നമ്മൾ നോർമലി കമ്പനിയായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു വെച്ചാൽ ബാങ്ക് വളരെ ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് ബാങ്ക്. ബാങ്കിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നമുക്കറിയാം ബാങ്ക് വളരെ ഹൈലി റെഗുലേറ്റഡ് ഫോം ഓഫ് ബിസിനസ്സാണ്. ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പിന്നെ ബാങ്കിന് ഒരുപാട് റൂൾസും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, നമുക്ക് ഏതൊരു കമ്പനിയുടെയും എന്താ പറയുക, നമ്മൾ ഏതൊരു കമ്പനീൻ്റെയും റെഗുലേഷൻ എന്നുള്ളതിൻ്റെ ഒരു ടൂളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഓഡിറ്റാണ്. അപ്പോൾ അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ സെക്ടർ കമ്പനീസിലും ഏറ്റവും ആദ്യം ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഓഡിറ്റ് ചെയ്യുന്ന ഫോം ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബാങ്കാണ്. ബാങ്കിൻ്റെ ഓഡിറ്റ്
പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തീർന്നു. 2019-20 ഫിനാൻഷ്യൽ ഇയർ ഇവിടെ മാർച്ച് 31 തീർന്നു. മാർച്ച് 31 തീർന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 1 ബാങ്കിൻ്റെ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യും. ബാങ്കിൻ്റെ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 20 ഡേയ്സ് 30 ഡേയ്സ് ആദ്യം ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചസും ഓഡിറ്റ് ചെയ്യും. പിന്നെ LHOs എന്ന് പറഞ്ഞാൽ ലോക്കൽ ഹെഡ് ഓഫീസ് സ്റ്റേറ്റ് വൈസ് ഓഡിറ്റ് തീരും. പിന്നെ അങ്ങനെ സെൻട്രലൈസ്ഡ് ഓഡിറ്റ് എല്ലാം തീരും. എല്ലാ ബ്രാഞ്ച് ഓഡിറ്റും എല്ലാ ഓഡിറ്റും ബാങ്കിൻ്റെത് വിത്തിൻ 20 ഡേയ്സ് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 20-30 ഡേയ്സ് ആകുമ്പോഴേക്ക് ബാങ്കിൻ്റെ കംപ്ലീറ്റ് ഓഡിറ്റും തീർന്നിട്ട് RBIയിലോട്ട് റിപ്പോർട്ട് പോകും. അപ്പോൾ അത്രയും റെഗുലേറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക റെസ്ട്രിക്ഷൻസിലൊരു ഫോം ഓഫ് ബിസിനസ്സാണ് ആക്ച്വലി ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം ബാങ്കിൽ നിങ്ങൾ തന്നെ ലോവർ ലെവൽ SLR CRR എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബാങ്കിൻ്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത്തവണ ഈ ഇയറിൽ മാത്രം എന്താ പറയുക ഫോർ എക്സാമ്പിൾ ബാങ്കിൻ്റെ ഓഡിറ്റ് നടന്നിട്ടില്ല. കാരണം നമ്മുടെ കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയിട്ട്. എന്നിട്ടും ഇപ്പോൾ നമുക്കറിയാം ലോക്ക്ഡൗൺ ആണ്. ഇപ്പോൾ SBIയും കാനറയുമാണ് ഇന്ത്യയിലെ ഏറ്റവും ഹൈലി ഓഡിറ്റ് ഫീ പേ ചെയ്യുന്ന ഹൈ എന്താ പറയുക ഓഡിറ്റ് റിസ്ക് ഉള്ള ഓഡിറ്റ് എൻറ്റിറ്റീസ്. അപ്പോൾ ചാർട്ടർ അക്കൗണ്ട്സാണ് ബാങ്ക് ഓഡിറ്റൊക്കെ അണ്ടർടേക്ക് ചെയ്യുക. ഈ ചാർട്ടർ അക്കൗണ്ടൻസി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുക അവർക്ക് വേണമെന്ന് പറയുക ഇന്ത്യയിൽ ഏത് ചാർട്ടർ അക്കൗണ്ടൻറ്റും പറയുക SBI ഓഡിറ്റ് വേണം, SBI ബ്രാഞ്ചുകളുടെ ഓഡിറ്റ് വേണം, അതുപോലെ തന്നെ കാനറ ബാങ്കിൻ്റെ ഓഡിറ്റ് വേണമെന്നൊക്കെ പറയാം. അപ്പോൾ SBIൻ്റെയും കാനറ എന്നൊക്കെ പറയുമ്പോൾ ഓരോ ചാർട്ടർ അക്കൗണ്ട്സിനും ഓരോ ബ്രാഞ്ചാണ് കിട്ടുക. എല്ലാ ബ്രാഞ്ചൊന്നും ഓഡിറ്റ് ഉണ്ടാവില്ല. ഓഡിറ്റുകളില്ല കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 50 crore മുകളിൽ ഒരു വർഷത്തെ അഡ്വാൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ എല്ലാ ബ്രാഞ്ചുകളാണ് ഓഡിറ്റ് ഉണ്ടാവുക. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന ബാങ്കുകളാണ് കാനറ SBI ഒക്കെ. കാരണം ഒരു കാനറ ബാങ്ക് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 1 lakh rupees അടുത്ത് ഒരു ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്താൽ ഫീ കിട്ടും. അങ്ങനെ ഒരു ചാർട്ടർ അക്കൗണ്ടിൻ്റെ കാനറ ബാങ്കിൻ്റെ ഓഡിറ്റ് ഉണ്ടെങ്കിൽ മിനിമം അയാൾക്കൊരു 3 branches പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും റെമ്യൂണറേറ്റീവ് ആണ്. അത് 20 ഡേയ്സിനുള്ളിൽ യു വിൽ ഗെറ്റ് 3 lakh rupees മിനിമം. അതിൻ്റെ മുകളിലല്ലാതെ കുറയൊന്നുമില്ല. അത് പഴയ റേറ്റ് ആയിരുന്നു, ഇപ്പോൾ വീണ്ടും പുതിയതായിരിക്കും. അപ്പോൾ എനിവേ അതിൽ SBIൻ്റെ തമാശ എന്താ വെച്ചാൽ SBI ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി ഏപ്രിലും കഴിഞ്ഞു. ഇപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. SBI നിർബന്ധമായിട്ടും പറഞ്ഞു മെയ് 1-ാം തീയതി മുതൽ SBIൻ്റെ എല്ലാ ബ്രാഞ്ചിലെ ഓഡിറ്റും ചാർട്ടർ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് മെയ് 5-ാം തീയതി ആകുമ്പോഴേക്കും ബ്രാഞ്ച് ഓഡിറ്റ് തീർത്തിരിക്കണം എന്നുള്ളത് ക്ലിയർ ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും നമ്മളത് നോക്കണം എന്ന് പറയുമ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ ബാങ്കിന് അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി അത്രയും സീരിയസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ളതാണ് അതിനൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു ഫാക്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അനദർ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് റെസ്ട്രിക്ഷൻ ഓൺ ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനി നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ ആസ് ടു ഡിവിഡൻഡ് ഇല്ല എന്ന് പറഞ്ഞത്. ബാങ്കിങ് കമ്പനി നമുക്കറിയാം, നമ്മൾ ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വി വിൽ ഹാവ് പ്രിലിമിനറി എക്സ്പെൻസസ് ആർ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എ കമ്പനി അറ്റ് ദ ടൈം ഓഫ് ഫോമിംഗ് ഓർ സെറ്റിംഗ് അപ്പ് വിച്ച് ഈസ് ഇൻകേർഡ് ബൈ പ്രൊമോട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻകം ടാക്സിലാണെങ്കിലും പ്രിലിമിനറി എക്സ്പെൻസിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. സെക്ഷൻ 35D പ്രകാരം പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ 5% ലിമിറ്റൊക്കെ വെച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. അതും 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടേ നമുക്ക് ഡിഡക്ഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എനിവേ ഒരു ബാങ്ക് നമുക്കറിയാം പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ നോൺ കറൻറ്റ് അസറ്റായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിട്ട് നമ്മൾ പീരിയോഡിക്കലി നമ്മൾ P&L റൈറ്റ് ഓഫ് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുക. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ റൂൾ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ബാങ്കിങ് കമ്പനിയും ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് പ്രിലിമിനറി എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. പ്രിലിമിനറി എക്സ്പെൻസ് ഇല്ലാതെ റൈറ്റ് ഓഫ് ചെയ്യാതെ ഒരിക്കലും ഡിവിഡൻഡ് പേ ചെയ്യരുത് എന്നുള്ളതാണ് അടുത്തൊരു റൂള്. അപ്പോൾ എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻസും ഇപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് തന്നെ ആയിക്കോളുന്നില്ല, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, അങ്ങനെ ആ രീതിയിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻസറും ഒരു ക്യാപിറ്റൽ എക്സ്പെൻസറും ബാലൻസ് ഷീറ്റിൽ എന്താ പറയുക റിട്ടേൺ ഓഫ് ചെയ്യാതെ റൈറ്റ് ഓഫ് ചെയ്യാതെ പെൻഡിങ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ബാങ്കിന് ഡിവിഡൻഡ് ആ ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് RBI റെഗുലേഷൻസ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനും ഡിബെഞ്ചേഴ്സിലുള്ള വാല്യൂലുള്ള ഡിക്ലൈന് ബാഡ് ഡെപ്റ്റ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അത് പിന്നെ എല്ലാ എൻറ്റിറ്റീസും നമുക്കറിയാം പ്രോഫിറ്റ് കണ്ടിട്ട് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. കമ്പനി ആണെങ്കിലും പ്രോഫിറ്റ് സെക്ഷൻ 120 നിങ്ങൾക്ക് കമ്പനി ആക്ടിൽ പഠിക്കാനുണ്ടാവും, സെക്ഷൻ 123 to 127 പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഡിവിഡൻഡ് പേ ചെയ്യുക പ്രോഫിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസൊക്കെ നമ്മൾ മൈനസ് ചെയ്തിട്ട് കാണുന്ന എമൗണ്ടാണ് പ്രോഫിറ്റ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഞാനതൊന്നും ഇവിടെ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പനീസ് ആക്ടിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനി പഠിച്ച സമയത്തോ അല്ലെങ്കിൽ കമ്പനീൻ്റെ മറ്റു ഷെയർ ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച സമയത്തോ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല കമ്പനി ഷുഡ് മാൻഡേറ്ററിലി ട്രാൻസ്ഫർ എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് റിസീവ്ഡ് ഇൻ ടു ഷെയർസ്
ഷെയർസ് അല്ല ഇൻടു റിസർവ്സ് അല്ലേ. നമ്മൾ ഒരു കമ്പനി ഒരിക്കലും ഒരു ഇയറിൽ ആ കമ്പനിക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് റിസർവിലോട്ട് നിർബന്ധമായിട്ടും മാറ്റി വെക്കണം എന്നൊരു റൂള് കമ്പനീസ് ആക്ട് 2013 ഇല്ല. പക്ഷേ കമ്പനീസ് ആക്ട് 1956 അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 അങ്ങനെ ഒരു റൂളില്ല എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആർ ഹാവിങ് the discretion to decide whether an amount has to be set aside to reserves or not. കമ്പനിക്ക് തീരുമാനിക്കാം റിസർവ്ക്ക് മാറ്റി വെക്കണോ മാറ്റി വെക്കണ്ടേ എന്നുള്ളത്. പക്ഷേ നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അങ്ങനെയല്ല. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ വർഷവും അവരുടെ പ്രോഫിറ്റിൻ്റെ 25%, ഡോണ്ട് ഫോർഗെറ്റ് ദ പെർസെൻറ്റേജ്, 25% നിർബന്ധമായിട്ടും എങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം, നിർബന്ധമായിട്ടും റിസർവ് ഫണ്ടിലോട്ട് എന്ത് ചെയ്യണം, മാറ്റി വെച്ചിരിക്കണം. എന്നിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ മാത്രം എന്ത് കൊടുത്താൽ മതി, ഡിവിഡൻഡ് കൊടുത്താൽ മതി. ക്ലിയർ ഡയറക്ഷനാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഒരു ബാങ്കിങ് കമ്പനീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, വെനെവർ യു ഗെറ്റ് പ്രോഫിറ്റ് യു ഷുഡ് ട്രാൻസ്ഫർ അറ്റ്ലീസ്റ്റ് 25% ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ടു റിസർവ് ഫണ്ട്. ഇറ്റ്സ് മാൻഡേറ്ററി ആൻഡ് ഇറ്റ് ഈസ് ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓൾസോ. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഇൻ കേസ് ഓഫ് company there is no such mandatory regulation to transfer an amount to reserves. Cash reserve ratio, സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ എന്നൊക്കെ പറയും. ഇത് ആക്ച്വലി ഞാൻ ഇതൊന്നും പറയാൻ നിൽക്കുന്നതിൽ പ്യുവർ തിയറി പോയിൻറ്റ്സ് ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബാങ്ക് ഒരുപാട് അൺസർട്ടനിറ്റീസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് എൻറ്റിറ്റിയാണ്. ബാങ്ക് ഈസ് ഡീലിംഗ് ഇൻ മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് അസറ്റ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യാഷ് അല്ലേ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ബാങ്കിന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാങ്കിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. ബാങ്കിൽ ആൾ വന്ന് കാശ് ചോദിച്ചാൽ ബാങ്കിന് കാശ് എടുത്ത് കൊടുക്കാൻ കഴിയണം. വേറെ ഏതൊരു ബിസിനസ് പോലെയല്ല. നമുക്ക് വേറെ ഏത് ബിസിനസ്സിലും ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ക്യാഷിന് വലിയ റോളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കാനുള്ളത് നമ്മളെ ക്രെഡിറ്റേഴ്സിന് മാത്രമാണ്. അത് നമുക്കറിയാം എപ്പോഴൊക്കെയാണ് കൊടുക്കാനുള്ളത്, എന്താണ് ഏതാണുള്ളത്. പക്ഷേ ബാങ്ക് ഡസ് നോട്ട് നോ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ബാങ്ക് ഈസ് ഇൻ നീഡ് ഓഫ് കീപ്പിംഗ് മണി വിത്ത് ദം. ഓരോ ദിവസം എത്ര ആളുകൾ വന്നിട്ട് എത്ര പൈസ വലിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ എത്ര പൈസ ഇങ്ങോട്ട് കൊടുത്തു തരുന്നില്ലേ ബാങ്കിന് അറിയില്ല. അപ്പോൾ ബാങ്ക് അത്രയും വിജിലൻ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ബാങ്കിന് അസറ്റുകൾ ഉണ്ടാവും, പക്ഷേ അത് വേറെ ബാങ്കിൽ FDO അല്ലെങ്കിൽ വേറെ എന്താ പറയുക ക്യാഷായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത അസറ്റുകളൊക്കെ ആയിട്ട് കിടക്കുന്ന അസറ്റുകളാണെങ്കിൽ കസ്റ്റമേഴ്സ് വന്നിട്ട് അവരുടെ പൈസ ചോദിക്കുന്ന സമയത്ത് പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബാങ്ക് അന്ന് പൊളിഞ്ഞു എന്ന് പറയും അല്ലേ. ബാങ്ക് പൊളിഞ്ഞു, ആളുകളൊക്കെ വന്ന് ബാങ്കിന് കല്ലെടുത്ത് എറിയും, പോലീസ് വന്ന് ലാത്തി വീശും, വാർത്തയിലൊക്കെ വരും, അടിപൊളി ഇടിപൊളി ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനെ ബാങ്കിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് RBIൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യണം. ആ റേഷ്യോനെ പറയുന്ന പേരാണ് CRR റേഷ്യോ. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഒരു പെർസെൻറ്റേജ് ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, റെഡിലി റിയലൈസബിൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും മറ്റു കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമാണ്. അൺലെസ് ബാങ്കിൻ്റെ ലിക്വിഡിറ്റി എപ്പോൾ ബാങ്കിന് നഷ്ടപ്പെടുന്നോ ആ സമയം തന്നെ ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് ക്ലോസ് ആവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട ബുക്സും കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല, സ്വിഫ്റ്റ്ലി ഞാൻ മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, നമ്മൾ പാർട്ട് എ പാർട്ട് ബി ഷെഡ്യൂൾ 3 നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരമാണ് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പാർട്ട് ബി പാർട്ട് എ 2 പാർട്ടുകളുണ്ട്. കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 3 കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് ഒരു കമ്പനി ആണെങ്കിലും, ബാങ്കുകൾ കമ്പനി ആവാം, പക്ഷേ കമ്പനി ആണെങ്കിലും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ക്ലിയർലി സെപ്പറേറ്റ് ഫോർമാറ്റ് ബാങ്കുകൾക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് കമ്പനി ആണെങ്കിൽ തന്നെയും ബാങ്ക് ഫോളോ ചെയ്യേണ്ടത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഫോർമാറ്റ് അല്ല, മറിച്ച് ഏത് പ്രകാരമുള്ള ഫോർമാറ്റാണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ഫോർമാറ്റാണ്. അപ്പോൾ അതൊരു ഷെഡ്യൂൾ വൈസ് ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ കമ്പനീസ് ആക്ട് പോലെ അത്ര ഫ്രീഡം അല്ല ഫോർമാറ്റ് അല്ല. കമ്പനീസ് ആക്ടിൽ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു, ഇഷ്ടമല്ലതിന് നോട്ട് കൊടുത്താൽ മതി. നമ്മൾ ആ ബാലൻസ് ഷീറ്റിലെ അറേഞ്ച്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർച്ച് സർപ്ലസ്, നോൺ കറന്റ് ലയബിലിറ്റീസ്, ലോങ് ടേം ബോറോയിങ്സ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു ഓർഡർ പഠിച്ചാൽ മതിയായിരുന്നു. നോട്ടുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിന് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ ബാങ്കിൻ്റെ അങ്ങനെയല്ല, ഒരു ഡിഫറെൻറ്റ് ഫോർമാറ്റാണ്. നമ്മൾ നോട്ട്സ് ലിസ്റ്റ് അല്ല, ഇവിടെ ഷെഡ്യൂൾ നമ്പറാണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ എല്ലാവർക്കും ആ ഷെഡ്യൂൾ ഉണ്ടാവും. ഇനി ആ ഷെഡ്യൂളിൻ്റെ ഇൻസൈഡ് ഐറ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് അറ്റ് ദ എൻഡ് നമുക്ക് 2 പ്രോബ്ലംസ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ആകെ 2 പ്രോബ്ലമേ ഉള്ളൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ബാങ്ക്. അത് നമുക്ക് നമ്മുടെ സെക്കൻഡ് സെഷനിൽ നമുക്ക് എത്തുമെന്ന് വിചാരിക്കുന്നില്ല. സെക്കൻഡ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വി ക്യാൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇനി ബാങ്കുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഡിസ്കസ് ചെയ്യാൻ പോകണം. ബാങ്കുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണുമല്ലേ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ലോണുമല്ലേ ഇൻട്രസ്റ്റ് ആണ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഇൻകം.
ഈ ലോണിനെ നമുക്ക് രണ്ടായിട്ട് പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പെർഫോമിംഗ് ലോൺസും അതുപോലെ തന്നെ അല്ലെങ്കിൽ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയാൻ പറ്റും. ബാങ്കിന് ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്ത ലോൺ എന്ന് പറഞ്ഞാൽ അസറ്റ് ആണല്ലോ അല്ലേ. ബാങ്ക് കൊടുത്ത ലോൺ എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അപ്പോൾ പെർഫോമിംഗ് അസറ്റ് എന്ന് ബാങ്കിന് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ്, ഐ വിൽ കോൾ ഇൻ ഷോർട്ട് NPA, നോൺ പെർഫോമിംഗ് അസറ്റ് എന്നും ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. അപ്പോൾ ബാങ്കിന് എപ്പോഴാണ് ഒരു അസറ്റ് നോൺ പെർഫോമിംഗ് ആവുക, എപ്പോഴാണ് ഒരു അസറ്റ് പെർഫോമിംഗ് ആവുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്ക് കൊടുത്ത ലോണുമേ ഉള്ള ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ പോർഷൻ കറക്റ്റായിട്ട് കസ്റ്റമർ ബാങ്കിൽ കൊണ്ടുവന്ന് അടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോണിനെ പറയും പെർഫോമിംഗ് ലോൺ എന്ന് പറയും. അപ്പോൾ പെർഫോമിംഗ് ലോണിന് ബാങ്കിന് വലിയ സീനൊന്നുമില്ല, ബാങ്ക് ഹാപ്പിയാണ്, കറക്റ്റായിട്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളൊക്കെ കൊടുന്ന് അടക്കുന്നുണ്ടെങ്കിൽ ആ ലോണാണ് എന്ത്, പെർഫോമിംഗ് ലോൺ. ഇനി ഒരു ലോണുമേ ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ ഔട്ട്സ്റ്റാൻഡിങ് ആവുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പറ്റിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്വഭാവം എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വന്ന് കൊടുന്ന് അടക്കുന്നില്ലെങ്കിൽ ആ ലോണിനെ പറഞ്ഞ പേരാണ് എന്ത്, NPA ലോൺ. NPA ലോൺ എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് ലോൺ. ഈ രണ്ട് കൺസെപ്റ്റ് മനസ്സിലായോ, പെർഫോമിംഗ് ലോണും നോൺ പെർഫോമിംഗ് ലോണും. നമ്മൾ പറയാൻ പോകുന്നത് ലോണുമായി ബന്ധപ്പെട്ടാണ്. ആക്ച്വലി നിങ്ങൾക്കറിയാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത ലോണും വേണം നമുക്ക് എന്ത് വരിക, ഇൻട്രസ്റ്റ് വരിക. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചോളം ആസ് ഫാർ ആസ് ബാങ്ക് ഈസ് കൺസേൺ എന്താണ്, ഇൻകാണ്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നമ്മുടെ ലോൺ ഉണ്ട്, ലോൺ അക്കൗണ്ട് ഉണ്ട്, മല്യ ചെക്കൻ്റെ ലോണാണ്, ഓക്കെ, ഡോണ്ട് സ്മൈൽ. അപ്പോൾ വിജയ് മല്യൻ്റെ ലോൺ അക്കൗണ്ട് ഉണ്ട്, നമ്മുടെ SBI ആണ് നമ്മുടെ ബാങ്ക്. അപ്പോൾ SBI ബാങ്കിൻ്റെ ബുക്കിൽ വിജയ് മല്യൻ്റെ ലോൺ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആസ് ഫാർ ആസ് SBI ഈസ് കൺസേൺഡ് വിജയ് മല്യ അസറ്റ് ആണോ ലാബിലിറ്റി ആണോ, പിന്നീട് അവർ ലാബിലിറ്റി ആയി മാറി, പക്ഷേ ശരിക്കും എന്താണ്, അസറ്റാണ് അല്ലേ. കാരണം വിജയ് മല്യ തിരിച്ചിങ്ങോട്ട് നമുക്ക് പൈസ തരാണ്ട്, അപ്പോൾ നമുക്ക് അവൻ പൈസ തരാനിടത്തോളം കാലം അവൻ നമ്മുടെ ഡെപ്റ്റർ പോലെ, നമ്മുടെ അസറ്റ് പോലെയാണ്. അപ്പോൾ വിജയ് മല്യ നമുക്ക് തരാനുള്ളത് സേ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം ആണെങ്കിൽ നമ്മുടെ ബുക്കിൽ വിജയ് മല്യ എന്ന് പറഞ്ഞാൽ, വിജയ് മല്യൻ്റെ ലോൺ എന്ന് പറഞ്ഞാൽ, മല്യ ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തരാനുള്ള പൈസയാണ്, നമ്മുടെ SBI ആണല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അത് അസറ്റാണ്. അസറ്റ് ആകുമ്പോൾ ആ ലെഡ്ജറിന് എന്ത് ബാലൻസ് ഉണ്ടാവുക, ഡെഫിനറ്റ്ലി ഏത് ബാലൻസ് ഉണ്ടാവുക, ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ബാലൻസ് ബ്രോ ഡൗൺ എഴുതി. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇതൊരു ആനുവലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്ന ഒരു ലോൺ അക്കൗണ്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് വിജയ് മല്യ ധ്യാനൊക്കെ കൂടിയിട്ട് എന്താ പറയുക, ക്രിസ്ത്യാനി കൈകാണ്ട് അടിപൊളിയായിട്ട് കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്തു, പൈസ കൊടുത്ത് നമുക്ക് അടച്ചു. അപ്പോൾ പൈസ കൊടുത്ത് അടക്കല്ല, അവൻ അടക്കുന്നുണ്ട് ഇതുവരെ. അപ്പോൾ പൈസ കറക്റ്റായിട്ട് അടക്കുന്നുണ്ട്, ഇൻട്രസ്റ്റും പ്രിൻസിപ്പളൊക്കെ അടക്കുന്നുണ്ടെങ്കിൽ ആ ലോൺ പെർഫോമിംഗ് ആണോ നോൺ പെർഫോമിംഗ് ആണോ, ഉറപ്പായിട്ടും ആ ലോൺ എന്താണ്, പെർഫോമിംഗ് ആണ്. അപ്പോൾ പെർഫോമിംഗ് ആവുന്ന സമയത്ത് ഒരു വർഷാവസാനം ഇൻട്രസ്റ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യാന്നില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇൻട്രസ്റ്റ് ഡ്യൂ ആയി കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്കാണ് അല്ലേ, ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്കാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ഇൻകം കൂടുമ്പോൾ നമ്മൾ ഇൻകത്തിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ ഈ ഇൻട്രസ്റ്റ് ഇപ്പോൾ അവൻ തരില്ല, അവൻ തരും, പക്ഷേ ഇപ്പോൾ അവൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ പൈസ അവന് ആ പൈസയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, തരണം. അപ്പോൾ മല്യ എന്നുള്ള ഡെപ്റ്റർ നമ്മുടെ ബുക്കിൽ കൂടുമോ കുറയോ, കൂടും. അപ്പോൾ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക, മല്യ അക്കൗണ്ട് അറ്റാർ ടു ഇൻട്രസ്റ്റ് എത്ര, നമുക്കറിയാം ഇപ്പോൾ 1 lakh ആണ്, 10% ലോൺ ആണെങ്കിൽ 10,000 എന്നുള്ള എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. ദിസ് ഈസ് ദ യൂഷ്വൽ എൻട്രി ഫോർ ഇൻട്രസ്റ്റ് ഈസ് ഡ്യൂ. ഓക്കെ, അത് ഏത് എക്സ്പെൻസ് ഏത് ഇൻകം ഡ്യൂ ആവുന്ന പോലെ തന്നെ അക്രൂഡ് ഇൻകത്തിൻ്റെ എൻട്രി അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ പോസ്റ്റ് ചെയ്യുക, ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി 1 വർഷം കഴിഞ്ഞിട്ട് ഇവൻ കറക്റ്റ് പൈസ തരാനുള്ള ആളാണ്, അവൻ എന്ത് ചെയ്തു, നല്ല കുട്ടിയായിട്ട് ടിപ്പ് ടോപ്പായിട്ട് പൈസ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് തന്നു. അപ്പോൾ പൈസ കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മുടെ ബുക്കിൽ എന്തായിരിക്കും എൻട്രി, നമ്മുടെ ബാങ്കിൽ കാശ് വരും അല്ലേ, പൈസ വരും, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി മല്യ പൈസ തരാണ്ടോ, ഇല്ല. അപ്പോൾ മല്യ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് വന്നു, മല്യ എന്നുള്ള അസറ്റ് എന്ത് ചെയ്യും, പോയി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റാർ ടു മല്യ അക്കൗണ്ട് 1,10,000. മല്യൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്തു, ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പോയി. ഇത് എപ്പോഴത്തെ കഥയാണ്, പെർഫോമിംഗ് അസറ്റിൻ്റെ കഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുട്ടിയായിട്ട് ബാങ്കിൽ ലോണൊക്കെ വന്ന് അടക്കുന്ന, വളരെ നല്ല ധ്യാനം കൂടുന്ന, പള്ളിയിൽ പോകുന്ന, അമ്പലത്തിൽ പോകുന്ന, വളരെ നല്ല സ്വഭാവമുള്ള ആളുകളുടെ കഥയാണ്. പക്ഷേ നിങ്ങളുടെ സ്വഭാവം ഏത്, നമ്മൾ തല്ലിപ്പൊളി ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും, ലോൺ എടുക്കും, പൈസ അടക്കൂല, അസറ്റ് എന്താവും, നോൺ പെർഫോമിംഗ് അസറ്റ് ആവും. അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവൻ ലോണേ അടക്കുന്നില്ല. അപ്പോൾ ഇവൻ്റെ ലോണ് ഇവൻ തരാനുള്ള പലിശ നമുക്ക് കിട്ടാനുള്ള സമയമായി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ മല്യേട്ടൻ്റെ കേസിൽ നമ്മൾ ആഡ് ചെയ്തില്ലേ, മല്യ ഇൻട്രസ്റ്റ് തരാനുണ്ട്, ഇൻട്രസ്റ്റ് പറഞ്ഞ ഇൻകം. അപ്പോൾ മല്യ അക്കൗണ്ട് അറ്റാർ ടു ഇൻട്രസ്റ്റ്. ഈ എൻട്രി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇവൻ തരൂലാന്ന്. കാരണം ഇവൻ്റെ അസറ്റ് എന്തായിട്ടുണ്ട്, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആയാൽ അവൻ തരാം, പക്ഷേ തരാനുള്ള ചാൻസ് വളരെ റിമോട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കേഷനിൽ അസറ്റ് ഓൾറെഡി നോൺ പെർഫോമിംഗ് ആണ്. നോൺ പെർഫോമിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റുമേ ആ ലോണുമേ ഉള്ള ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ഓൾറെഡി പെൻഡിങ് ആണ്.
അവൻ ഡിലേ വരുത്തുന്ന ആളാണ്, അല്ലെങ്കിൽ അവൻ തരാതിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരാളെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാൻ സമയമായി കഴിഞ്ഞാൽ നമ്മൾ അക്രൂവൽ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ട് മുന്നേ മല്യൻ്റെ കേസിൽ ചെയ്ത പോലെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി എന്ന് കാണിക്കുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളങ്ങനെ കാണിച്ചാലും നമുക്കറിയാം ഇത് കിട്ടൂല എന്ന്. അപ്പോൾ നമ്മൾ വെറുതെ കിട്ടാത്തൊരു ഇൻട്രസ്റ്റ് വെറുതെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയോ? വെറുതെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ പറയുക A7 A9 നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെനെവർ ആൻ ഇൻകം ഈസ് ദ കണ്ടീഷൻ ഫോർ റെക്കഗ്നൈസിങ് ആൻ ഇൻകം. അതിൽ ഫസ്റ്റ് വണ്ണാണ്, ഒരു കണ്ടീഷനാണ് നമ്മൾ പറയാറ്, ദർ മസ്റ്റ് ബി കളക്ഷൻ മസ്റ്റ് ബി സർട്ടൻ. പൈസ കിട്ടും നമുക്ക് ഉറപ്പ് വേണം, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് എഴുതാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നോൺ പെർഫോമിംഗ് അസറ്റിന്മേ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചാൽ അത് ശരിയാവില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് അറിയണ്ടേ. അവൻ താൽക്കാലികമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ഇൻട്രസ്റ്റ് തരാനുണ്ട് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലോ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇല്ലാതെ ലെവലാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്, അത് ഡ്യൂ ആയത് നോൺ പെർഫോമിംഗ് അസറ്റ് വേണമെങ്കിൽ നമ്മൾ ഒരിക്കലും ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക കാണിക്കുക, മറിച്ച് നമ്മളൊരു ടെമ്പററി അക്കൗണ്ട് ഉണ്ടാക്കും. വാട്ട് മീൻസ് നമ്മളൊരു ടെമ്പററി അക്കൗണ്ട് ഉണ്ടാക്കും. എന്ത് പേരിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് പറഞ്ഞിട്ടൊരു ടെമ്പററി അക്കൗണ്ട് ഉണ്ടാക്കും. ആ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യുക. സോ ദ പോയിന്റ് ദാറ്റ് യു ഹാവ് ലേൺഡ് ഹിയർ ഇസ് ദാറ്റ് പെർഫോമിംഗ് ലോണുമേ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കി വെക്കും. ബട്ട് മനസ്സിലായിക്കോ, നോട്ട് ചെയ്തോ, പെർഫോമിംഗ് ലോണുമേ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് കറക്റ്റ് ഡ്യൂ ആക്കി വെക്കും. പക്ഷേ ലോൺ നോൺ പെർഫോമിംഗ് ആണെങ്കിൽ, അസറ്റ് നോൺ പെർഫോമിംഗ്, ലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റാണ്, അസറ്റ് നോൺ പെർഫോമിംഗ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കി വെക്കാൻ പറ്റില്ല. കാരണം ആ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആ ഇൻട്രസ്റ്റ് എങ്ങോട്ടാണ് മാറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്നൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും മാറ്റും. ഇനി ഇപ്പോൾ മാനസാന്തരമൊക്കെ വന്നിട്ട് മല്യ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ മല്യ അക്കൗണ്ട് അറ്റോട്ട് ഇൻട്രസ്റ്റ് സസ്പെൻസ് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്യുക. പിന്നീട് മാസങ്ങൾക്ക് ശേഷം മല്യ നല്ല കുട്ടിയായിട്ട് ആ ഇൻട്രസ്റ്റ് കൊടുന്നു തന്നാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മല്യൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് പറഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് 10,000. അപ്പോൾ മല്യ തരാല്ലേ 1,10,000 ആണ്. അപ്പോൾ മല്യൻ്റെ അക്കൗണ്ട് ഇപ്പോൾ സ്റ്റാറ്റസ് എന്താ, പെർഫോമിങ്ങാ നോൺ പെർഫോമിങ്ങാ? ഉറപ്പായിട്ടും നോൺ പെർഫോമിങ്ങാ. അപ്പോൾ മല്യ തരാല്ലേ ഇൻട്രസ്റ്റ് നീ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാരണം അത് തരില്ല എന്ന് എനിക്കറിയാം, കാരണം അസറ്റ് എന്താണ് നോൺ പെർഫോമിംഗ് ആണ്. ഇനി മല്യ വളരെ നല്ല കുട്ടിയായിട്ട് ധ്യാനമൊക്കെ കൂടി അമ്പലത്തിലൊക്കെ പോയി പള്ളിയിലൊക്കെ നിസ്കരിച്ച് അവൻ വന്നിട്ട് എന്ത് ചെയ്തു, പൈസ കൊടുന്ന് തന്നു. അങ്ങനെ തന്ന് നമ്മളെ അക്കൗണ്ടിൻ്റെ ഒക്കെ കണ്ണൊക്കെ തള്ളി അവനാകെ വണ്ടറൊക്കെ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, മല്യൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകണം. മല്യ ആകെ ഒരൊറ്റ ഇൻസ്റ്റാൾമെൻ്റ് ഉള്ളൂ. മല്യ കൊടുത്ത് പൈസ 1,10,000 മുന്നിലോട്ട് ഇട്ട് തന്നിട്ട് ഒരു സലാമൊക്കെ പറഞ്ഞു, ഒരു ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നു, ഷെയ്ക്ക് ഹാൻഡ് വേണ്ട, ഒരു ഷോൾഡർ ഹാൻഡൊക്കെ തന്നു, കൊറോണ ആണല്ലേ, ഒരു ഷോൾഡർ ഹാൻഡൊക്കെ തന്നിട്ട് എന്ത് ചെയ്തു, മല്യ അടിപൊളിയായിട്ട് ടാറ്റൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് വരും അല്ലേ. ക്യാഷ് എത്ര വരിക, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഹൗ മച്ച് ക്യാഷ് എത്ര വരിക, 1,10,000 വരും. അപ്പോൾ ഈ 1,10,000 വരുമ്പോൾ മല്യ ഇനി നമുക്ക് വല്ല പൈസയും തരാണ്ടോ? ഇല്ല. അപ്പോൾ മല്യ എന്നുള്ള നമ്മുടെ ബുക്കിലെ അസറ്റ് എന്ത് ചെയ്യും, ക്യാൻസലാവും. അപ്പോൾ മല്യനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ 1,10,000 നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മല്യ അക്കൗണ്ട് എന്ത് ചെയ്തു, മല്യ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ആയി. ഇനി വല്ല ബാലൻസും മല്യ അക്കൗണ്ടിൽ പെൻഡിങ് ഉണ്ടോ? ഈസ് ദർ എനി ബാലൻസ് പെൻഡിങ് വിത്ത് മല്യ അക്കൗണ്ട് നൗ? നോ, മല്യ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ആയി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോഴും മല്യ തരാനുണ്ട് എന്ന്, അല്ലെങ്കിൽ മല്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന ഒരു ഇൻട്രസ്റ്റിനെ ഞാൻ ടെമ്പററി ആയിട്ട് ഒരു അക്കൗണ്ടിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഏത് അക്കൗണ്ടിലേക്ക്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ആ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടി ബോധിച്ചു. പിന്നെ അതുമല്ല, മല്യൻ്റെ നിന്ന് കിട്ടിയ 10,000 ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് എങ്ങോട്ട് വന്നിട്ടില്ലതാനും, ഇൻട്രസ്റ്റിലോട്ട് വന്നിട്ടില്ലതാനും. അപ്പോൾ ഞാൻ ആ ഇൻട്രസ്റ്റ് സസ്പെൻസിനെ എങ്ങോട്ട് പറഞ്ഞേക്കണം, ഇൻട്രസ്റ്റിലോട്ട് പറഞ്ഞേക്കണം. കാരണം ആ ഇൻട്രസ്റ്റ് ആക്ച്വലി എനിക്ക് എന്ത് ചെയ്തു, കിട്ടി. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസിന് ഇപ്പോൾ എന്ത് ബാലൻസ് ഉള്ളത്, ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത്. ഇൻട്രസ്റ്റ് സസ്പെൻസിനെ ഞാൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് സസ്പെൻസിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് സസ്പെൻസിന് ഞാൻ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്, ഹൗ മച്ച്, 10,000. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസിന് ക്രെഡിറ്റ് വന്നു, ഡെബിറ്റ് വന്നു, ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്തായി, ക്യാൻസലായി. ഇനി ഇത് ഇൻട്രസ്റ്റ് എൻ്റെ ഇങ്കാണല്ലോ, ബാങ്കിന് നമ്മൾ ബാങ്കിൻ്റെ ആംഗിളിൽ പറയുമ്പോഴേ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്കിന് എന്താണ്, ഇൻകം. അപ്പോൾ ആ ഇൻകം ഇതുവരെ എൻ്റെ ബുക്കിൽ വന്നിട്ടില്ല, മല്യ തന്ന 10,000. അപ്പോൾ ഞാൻ ബുക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ഇൻകത്തിന് ഞാൻ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്. ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പറഞ്ഞതിൻ്റെ ആകെ സമത്രേ ഉള്ളൂ. ഒരു ബാങ്കിൻ്റെ ലോണുകൾ 2 ടൈപ്പ് ഉണ്ടാവുക. പെർഫോമിംഗ് ലോൺ ഉണ്ടാവും,
നോൺ പെർഫോമിംഗ് ലോൺ ഉണ്ടാവും. പെർഫോമിംഗ് ലോൺ ആണെങ്കിൽ ആ ലോണുമേ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കി വെക്കുക. നമ്മൾ ആദ്യം കണ്ടു എക്സാമ്പിൾ, മല്ലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ മല്ലി അക്കൗണ്ട് അറ്റ ടു ഇൻട്രസ്റ്റ്. പിന്നെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് മല്ലിയ, അത്രേ ഉള്ളൂ. ഇനി ലോൺ ആരാണ്? NPA ലോണാണെങ്കിൽ, ലോൺ NPA ലോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോണുമേ ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ദ സ്കോപ്പ് ഓഫ് ഗെറ്റിംഗ് ഓർ റിസീവിങ് ഇൻട്രസ്റ്റ് ഫ്രം NPA ലോൺ ഈസ് വെരി ലെസ്. സോ ഇറ്റ് ഈസ് ഇല്ലോജിക്കൽ ടു റെക്കഗ്നൈസ് ദ ഇൻട്രസ്റ്റ് ഓൺ NPA ലോൺ ആസ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് നമ്മളൊരു ടെമ്പററി അക്കൗണ്ടിലേക്കാണ് NPA ലോണിൻ്റെ ഇൻട്രസ്റ്റ് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അല്ല സാറേ ഞാനിപ്പോൾ NPA ലോൺ ആണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ ടെമ്പററി അക്കൗണ്ടിലേക്ക് മാറ്റണു? എടാ ഈ ടെമ്പററി അക്കൗണ്ടിലോട്ട് മാറ്റിയാലല്ലേ ഇയാളിപ്പോൾ മല്ലി എപ്പോഴും 1 lakh തരാനുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പോൾ NPA ലോണാണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഇവിടെ നിങ്ങളൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ് പ്രകാരം മല്ലി എത്ര തരാനുള്ളൂ? 1 lakh ഉള്ളൂ. പക്ഷേ മല്ലി 1,10,000 കൂടെ തരാമല്ലേ. അപ്പോൾ ആ 10 അവിടെ എന്തായാലും വരണം. പക്ഷേ എന്ത് പേരിൽ വരരുത്? ഇൻട്രസ്റ്റ് എന്നുള്ള പേരിൽ വരരുത്. അതുകൊണ്ടാണ് ഞാൻ അവൻ എന്ത് വിളിച്ചത്? ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് വരുന്ന കേസിൽ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക? ഇൻട്രസ്റ്റ് സസ്പെൻസ് വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് സസ്പെൻസിലൊരു ലാബിലിറ്റി അക്കൗണ്ട് പോലെ, അതിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിലാണ് കേട്ടോ ഈ ഇൻട്രസ്റ്റ് സസ്പെൻസിനെ നമ്മൾ ക്യാൻസൽ ആക്കുന്ന കാലം വരെ നമ്മൾ ക്യാരി ഡൗൺ ചെയ്യുക ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിൽ, അല്ലാതെ P&L അക്കൗണ്ടിക്കൊന്നല്ല കൊണ്ടുപോകും കേട്ടോ. P&L അക്കൗണ്ട് കൊണ്ടുപോയി പിന്നെ എന്തിനാ ഇൻട്രസ്റ്റ് സസ്പെൻസ് ആണ് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ് വന്നാൽ മതിയായിരുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് നമ്മൾ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഏത് ലോണുമേ NPA ലോണുമേ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ അക്കൗണ്ട് അറ്റാർ, ലോൺ അക്കൗണ്ട് കിട്ടാണ്ട് ടു ഇൻട്രസ്റ്റ് ആയി പറഞ്ഞ് കിട്ടൂല. പക്ഷേ ഇൻട്രസ്റ്റ് സസ്പെൻസിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? ടെമ്പററി ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് വെക്കുക. ഇനി ഏതെങ്കിലും കാലയളവിൽ ആ ഇൻട്രസ്റ്റ് എനിക്ക് തിരിച്ച് കിട്ടിയാൽ ഞാൻ ആ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യുക? എങ്ങോട്ട് മാറ്റുക? ഞാൻ ആ ഇൻട്രസ്റ്റിനെ എൻ്റെ ഇൻട്രസ്റ്റ് സസ്പെൻസിന് ഞാൻ എങ്ങോട്ട് മാറ്റുക? ഇൻട്രസ്റ്റിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യും? ഇൻട്രസ്റ്റ് സസ്പെൻസിന് ഇപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് കൊടുക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ മുമ്പ് എനിക്ക് ഇൻട്രസ്റ്റാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ പണ്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ആയപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ് സസ്പെൻസ് പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് പേര് തന്നെ റെക്കോർഡ് ചെയ്യണം? ഇൻട്രസ്റ്റ് എന്നുള്ള പേര് തന്നെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എൻട്രി ഇൻട്രസ്റ്റ് സസ്പെൻസിലെ ക്യാൻസൽ ചെയ്യുക, ഇൻട്രസ്റ്റിനെ കൊണ്ടുവരിക. അപ്പോൾ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഏത് ടൈപ്പ് അസറ്റിനാണ്? നോൺ പെർഫോമിംഗ് അസറ്റിന്. കറക്റ്റ് റെഗുലറായിട്ട് ലോണുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ കിട്ടാത്ത ടൈപ്പ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ മാത്രമേ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. വൈ ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് വി ആർ ഡൂയിങ്? നമുക്കറിയാം ഈ ലോണുമല്ല ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി ഈസ് വെരി ലെസ്. Okay, we are going to do the first problem based on the concept that we have discussed just now. So take up your study material, illustration number 1. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് ആരും മനക്കോട്ടിട്ടാണ് നിൽക്കണ്ട. illustration 1 പേജ് നമ്പർ 221 എടുത്താൽ കേട്ടോ. ഓക്കെ, hope you have taken. Closing the books of a bank on 31st December 2012, you find that loan ledger of an unsecured balance of 2 lakh in the account of a merchant. ഒരു മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിൽ ലോൺ ബാലൻസ് 2 lakh ആയിരുന്നു 31st March 2012. അപ്പോൾ മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിൽ ലോൺ 31st December 2012 ഓപ്പണിംഗ് ബാലൻസ് ലോൺ അക്കൗണ്ടിൽ 2 lakh ആയിരുന്നു. അപ്പോൾ ലോൺ അക്കൗണ്ട് നമുക്ക് അസറ്റാണ്. അപ്പോൾ ബാലൻസ് എന്തെങ്കിലും ബ്രോ ഡൗൺ ആയിരിക്കുമോ ക്യാരി ഡൗൺ ആയിരിക്കാരോ? ബാലൻസ് വിൽ ബി അബ്സൊല്യൂട്ട്ലി ബ്രോ ഡൗൺ. ഹൗ മച്ച്? 2 lakh. Then in the account of a merchant whose financial condition is reported to you as bad and doubtful, അവൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ ആ ലോൺ ഉറപ്പായിട്ടും പെർഫോമിംഗ് ആവോ നോൺ പെർഫോമിംഗ് ആവോ? അബ്സല്യൂട്ട്ലി ഇറ്റ് വിൽ ബി നോൺ പെർഫോമിംഗ്. കാരണം അവൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ബാഡ് ആണെങ്കിൽ പിന്നെ അവൻ എവിടെ നിന്ന് എടുത്തുതരാനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും? ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം അക്കൗണ്ട് എമൗണ്ടഡ് ടു 20,000 ഡ്യൂറിങ് ദ ഇയർ. ഹൗ വുഡ് യു ഡീൽ ദിസ് ഐറ്റം ഓഫ് ഇൻട്രസ്റ്റ് ഇൻ 2012 അക്കൗണ്ട്? നോക്ക്, 2012 ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ 2012 ഇൻട്രസ്റ്റ് 20,000 ആണെങ്കിൽ ഇവൻ്റെ കണ്ടീഷൻ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ആയെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദിസ് ലോൺ ഈസ് എ നോൺ പെർഫോമിംഗ് അസറ്റ്. In order to recognize income on non-performing asset, interest should not be recorded. Instead, a temporary entry to which account? To interest suspense account should be recorded. ഓൺലി നമ്മൾ ഇൻട്രസ്റ്റ് എപ്പോൾ മാത്രമാണ് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് മാത്രം. അപ്പോൾ ഞാനിവിടെ 2012 ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കുന്ന സമയത്ത് ഞാൻ എന്ത് എൻട്രി പാസ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഈ പൈസ മർച്ചൻറ്റ് തരണം. അപ്പോൾ മർച്ചൻറ്റിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യും? കൂടും, ഡെബിറ്റ് കൂടും. മർച്ചൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങോട്ടാണ് ഈ 2 കൊടുക്കേണ്ടത്? 2 എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? 2 ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 2 ഇൻട്രസ്റ്റ് സസ്പെൻസ് ഒരു ലാബിലിറ്റി പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്യും.
എത്ര 10,000 മനസ്സിലായല്ലോ. അപ്പോൾ ഈ 10,000 എവിടെ വരിക, ഏതൊക്കെ ലെഡ്ജറിൽ വരിക? മെർച്ചൻ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് ഹൗ മച്ച് 10,000. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ മെർച്ചൻ്റ് ഹൗ മച്ച് 10,000. ഇതാണ് 2012 എൻട്രി. അപ്പോൾ 2012 ഇവിടെ മനോഹരമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്തു, കലാശിച്ചു. അപ്പോൾ മനോഹരമല്ലാത്ത രീതിയിൽ കലാശിച്ചു എന്ന് പറയുമ്പോൾ കാരണം പൈസ ഭയങ്കര സീനായിരുന്നു, പ്രശ്നമായിരുന്നു. ഇനി ഡ്യൂറിങ് ദ ഇയർ 2013, അപ്പോൾ 2013 നമ്മൾ പോവുകയാണ്. അപ്പോൾ 2013 നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ മര്യാദ എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാലൻസ് ഒക്കെ ചെയ്തു നല്ല അടിപൊളിയായിട്ട്. ബാലൻസ് ചെയ്യുമ്പോൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ ഉണ്ടാവും. ബൈ ബാലൻസ് ക്യാരി ഡൗൺ ഹൗ മച്ച് 2,10,000. അതുപോലെ തന്നെ ടു ബാലൻസ് ബ്രോ ഡൗൺ എത്ര 2,10,000. ടു ബാലൻസ് ബ്രോ ഡൗൺ 2,10,000. ഇനി ഇവിടെ മർച്ചൻ്റ് അക്കൗണ്ടിലും നമുക്കറിയാം, നമുക്ക് ഹൗ മച്ച് വിൽ ബി ദ ബാലൻസ് 10,000. then 10,000. ഇവിടെ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 10,000 ടു ബാലൻസ് ക്യാരി ഡൗൺ 10,000. ഓക്കെ. ഇനി അപ്പോൾ 2012 ഈസ് ഓവർ ദർ. നെക്സ്റ്റ് ഇയറിൽ ഡ്യൂറിങ് ദ ഇയർ 2013 ദ ബാങ്ക് ആക്സെപ്റ്റ്സ് 75 പൈസ ഇൻ ദ റുപ്പി ഓൺ അക്കൗണ്ട് ഓഫ് ദ ടോട്ടൽ ഡെപ്റ്റ് ഡ്യൂ അപ് ടു 31 December 2012. 2012 31 ഡിസംബർ വരെ നമുക്ക് എത്രയാണോ പൈസ കിട്ടാണ്ടായിരുന്നത്, എത്രയായിരുന്നു, 2,10,000 ആയിരുന്നു. ആ 2,10,000 കിട്ടേണ്ട സ്ഥാനത്ത് നമ്മൾ 75 പൈസ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കി പൈസ ഉറപ്പായിട്ടും എന്തായിട്ടുണ്ടാവും, ബാഡ് ഡെപ്റ്റ് ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവൻ ഇൻസോൾവെൻ്റ് ആയി ബാഡ് ഡെപ്റ്റ് ആയി എന്നില്ല കഥ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 75 പൈസ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 രൂപയ്ക്ക് 75 പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ 75 പൈസ ഇൻ എ റുപ്പി ഓൺ അക്കൗണ്ട് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ തരാനുള്ള പൈസ യുടെ 1 രൂപയ്ക്ക് 75 പൈസ വെച്ച് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ തരാനുള്ള പൈസയുടെ 75% നമുക്ക് കിട്ടി. ബാക്കി 25% ഗോവിന്ദ പോയി. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കിട്ടുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് വരും, ബാങ്കിന് ഇവിടെ എന്ത് ലോസ് വരും, ബാഡ് ഡെപ്റ്റ് ലോസ് വരും. കിട്ടാനുള്ള പൈസ കിട്ടാതിരുന്നാൽ ബാഡ് ഡെപ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ ഇവിടെ എത്രയാണ്, 2012 ഡിസംബർ 31 നമുക്ക് കിട്ടാനുള്ള പൈസ 2,10,000 ആണ്. ഈ 2,10,000 ഹൗ മച്ച് പെർസെൻറ്റേജ്, 75% ഇവൻ നമുക്ക് തന്നു. അപ്പോൾ എത്ര തന്നിട്ടുണ്ടാവും, 2,10,000 75% 2,00,000 സോറി, നമ്മുടെ ഇവിടെ 20,000 ആണ് കേട്ടോ ഇവിടെ ഇൻട്രസ്റ്റ്. എക്സ്ട്രീംലി സോറി, നമ്മളിവിടെ എടുത്തത് കംപ്ലീറ്റ് നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിലെ എമൗണ്ട് ആണ് എടുത്തത്. 2,20,000 ആണ് കേട്ടോ. സോറി, സ്മോൾ മിസ്റ്റേക്ക്. ഫൈൻ.